السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. قال الله تعالى: أينما تكونوا يدرككم الموت ولو كنتم في بروج مشيدة. قال الله عز وجل: قال نبينا وحبيبنا وسيدنا محمد صلى الله عليه وسلم: استعيذوا بالله من عذاب القبر مرتين أو ثلاثا. صدق رسوله الكريم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട ഉസ്താദ് അവറുകൾ, അതുപോലെ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന പ്രിയപ്പെട്ട കാരണവന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചൊല്ലിയതായ പരിശുദ്ധ മജ്ലിസുൻ നൂർ നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു അമലാക്കി അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മളെ ഒരുമിച്ച് കൂടൽ അല്ലാഹു ഒരു ഇൽമിന്റെ മജ്ലിസാക്കി സ്വീകരിക്കട്ടെ. ഇതുപോലെ അവന്റെ ജന്നാത്തുൻ നഈമിൽ കുടുംബസമേതം ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ലോക ജനത വെള്ളത്തിന് പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു റഹ്മത്തിന്റെ മഴ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു: കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരവും അത് മരണത്തെ രുചിച്ചു നോക്കുന്നതാണ്. മനുഷ്യനാവട്ടെ, ജിന്നാവട്ടെ, മറ്റു ഏത് ജീവികളാകട്ടെ, ഈ ഭൂമിയിലോട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം മരണമുണ്ട് എന്നുള്ളതാണ് ഈ ഖുർആനിന്റെ അർത്ഥം. നമുക്ക് നിശ്ചയിക്കപ്പെട്ടതായിട്ടുള്ള സമയത്ത്, നിശ്ചയിക്കപ്പെട്ടതായ സ്ഥലത്ത് വെച്ച് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം നമ്മുടെ റൂഹ് പിടിക്കുക തന്നെ ചെയ്യുന്നതാണ്. അതിനെ തൊട്ട് ആർക്കും തന്നെ ഓടി മറയാൻ സാധിക്കുകയില്ല. ബഹുമാനപ്പെട്ട നബിയുന സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് ഒരു അനുയായി കടന്നു വന്നുകൊണ്ട് സുലൈമാൻ നബിയോട് പറയുകയാണ്: സുലൈമാൻ നബിയെ, എൻ്റെ അടുത്തേക്ക് മലക്കുൽ മൗത്ത് അസ്റായീൽ വന്നൊന്ന് പോയി. എൻ്റെ അടുത്തേക്ക് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം ഒന്ന് വന്നുകൊണ്ട് തിരിച്ചു പോയി. എനിക്ക് വല്ലാത്ത പേടിയാകുന്നു. എൻ്റെ റൂഹ് പിടിക്കാനാണ് വന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് എന്നെ ദൂരെയുള്ള ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ആക്കണം നബിയെ എന്ന് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആ അനുയായി വന്നുകൊണ്ട് പറയുകയാണ്.
അപ്പോൾ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തോട് പറയുകയാണ്, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗതു വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങൾ ഏത് ഉറപ്പുള്ള കോട്ടക്കുള്ളിലാണെങ്കിലും ശരി, മരണം നിങ്ങളെ തേടിയെത്തുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എവിടെ പോയാലും മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം നിങ്ങളുടെ റൂഹ് പിടിക്കുമെന്ന് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതൊന്നും എന്നോട് പറയണ്ട, അതൊന്നും എനിക്ക് കേൾക്കണ്ട, എന്നെ ഏതെങ്കിലും ഒരു ദൂരത്തുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ആക്കണേ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം വലിസുലൈമാന الريح عاصفة تجري بأمره. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു കാറ്റിനെ അധീനപ്പെടുത്തി കൊടുത്തിട്ടുണ്ടല്ലോ. ആ കാറ്റിന്റെ സഹായത്തോടെ ആയിരക്കണക്കിന് അപ്പുറത്തുള്ളതായ ഒരു ദ്വീപിലേക്ക് കൊണ്ടുപോയി ആക്കുകയാണ്. അല്പസമയം കഴിഞ്ഞപ്പോൾ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം സുലൈമാൻ നബിയുടെ അടുത്തേക്ക് വരികയാണ്. സുലൈമാൻ നബി ചോദിച്ചു, നീ എന്തിനാണ് എൻ്റെ ഒരു അനുയായിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പോയതെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഞാൻ ആ മനുഷ്യന്റെ റൂഹുമായിട്ടാണ് കടന്നു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് ആ മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി പറഞ്ഞത് ഇന്നാലിന്ന ദ്വീപിൽ വെച്ചായിരുന്നു. പക്ഷേ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അദ്ദേഹം മറ്റൊരു സ്ഥലത്തായിരുന്നു കാണപ്പെട്ടത്. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനെ എനിക്ക് അല്ലാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ളതായ സ്ഥലത്ത് കാണാൻ സാധിച്ചു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ റൂഹുമായിട്ടാണ് കടന്നു വരുന്നതെന്ന് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറയുകയാണ്. ആലോചിക്കണം. അപ്പോ മരണത്തെ തൊട്ട് ആർക്കും തന്നെ ഓടി ഒളിക്കാൻ സാധിക്കുകയില്ല. നമുക്ക് നിശ്ചയിക്കപ്പെട്ടതായിട്ടുള്ള സമയത്ത് മരണം നമ്മെ തേടിയെത്തുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മരണം തന്ന് അനുഗ്രഹിക്കട്ടെ. മരിക്കുന്ന സമയത്ത് കാമിലായി മൗനോടുകൂടെ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മരണത്തിന് വല്ലാത്ത വേദനയാണ്. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും മരണത്തിന്റെ സമയത്ത് പറഞ്ഞില്ലേ, മരണത്തിന് വേദനയുണ്ട്. ആയിഷ അഷ്റഫുൽ ഖൽഖിൻ വഫാത്തിന്റെ നേരത്ത് അർളും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ. ആരംഭപ്പൂവിൻ്റെ ഹാലും നീല കണ്ട് ആലും സ്വഹാബത്തും ദുഃഖിച്ചിരിപ്പല്ലോ. മുത്തായ തങ്ങൾ താളർന്ന് കിടക്കുന്നു. മുത്ത് മോൾ ഫാത്തിമ ചാരത്തിരിക്കുന്നു. ഏറ്റം വിശദത്താൽ ഉപ്പയെ നോക്കുന്നു. ഏറെ പരിചരിച്ചെല്ലാരും നിൽക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും മരണത്തിൻ്റെ വേളയിൽ മരണത്തിന് വേദനയുണ്ട് ആയിഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മരണത്തിൻ്റെ വേദന എത്രയാ പ്രിയമുള്ളവരെ? നമ്മുടെ മരണത്തിൻ്റെ വേദന എന്തായിരിക്കും എന്നാൽ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കുക. അല്ലാഹു നമ്മുടെയൊക്കെ മരണം നന്നാക്കി തരട്ടെ. കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിലിൽ നിന്നെയുമേറ്റി ഒരു ദീനമുണ്ടൊരു യാത്ര ഒരു മടക്കവുമില്ലാത്ത യാത്ര. കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിലിൽ നിന്നെയുമേറ്റി ഒരു ദീനമുണ്ടൊരു യാത്ര ഒരു മടക്കവുമില്ലാത്ത യാത്ര. അങ്ങനെ ഒരു മനുഷ്യൻ മരിക്കുന്നതോടുകൂടെ അവൻ്റെ ദുനിയാവിലുള്ള ജീവിതം അവസാനിക്കുകയാണ്. പിന്നെ അവൻ ജീവിക്കുന്നത് ആഖിറത്തിലാണ്. വൽ ആഖിറതു ഖൈറും വഅബ്ഖാ എന്ന പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ആ ആഖിറ ലോകത്തിലാണ് അവൻ ജീവിക്കുന്നത്.
ഒരു ഭൂമി എന്നും മനുഷ്യനോട് ഇങ്ങനെ വിളിച്ചു പറയുമത്രേ, യബ്ന ആദം തംശി അലാ ദഹ്രി വമസീറുക ഇലാ ബത്നി. ഓ മനുഷ്യ, നീ എൻ്റെ മുകളിലൂടെയാണല്ലോ നടക്കുന്നത്, എന്നാൽ വമസീറുക ഇലാ ബത്നി, നിന്റെ മടക്കം എൻ്റെ വയറ്റിലേക്കാണേ. നീ നടക്കുന്നത് എൻ്റെ മുകളിലൂടെയാണെങ്കിൽ നിന്റെ മടക്കം എൻ്റെ വയറ്റിലേക്കാണെന്ന് എന്നും ഭൂമി ഇങ്ങനെ മനുഷ്യനോട് വിളിച്ചു പറയുന്നുണ്ടത്രേ. അപ്പൊ ഒരു മനുഷ്യൻ മരിക്കുന്നതോടുകൂടെ അവൻ ഖബറിലെ അവന്റെ ജീവിതം പിന്നെ ആഖിറത്തിലാണ്. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ആഖിറത്തിലെ വീടുകളിൽ വെച്ച് ആദ്യത്തെ വീട് ഖബറാണ്. പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ, കനമേറിടുന്ന കല്ലതിൻ്റെ മേലെ, പൊള്ളിടുന്ന ചൂട് തിങ്ങും കല്ലറ, നാം തുള്ളി നടക്കേണ്ട മണ്ണിന്മീതേ. ആ ഖബറിലാണ് നാം എല്ലാവരും പോയി കിടക്കാനുള്ളത്. ആ ഖബറിന്റെ അവസ്ഥ എന്താ പ്രിയപ്പെട്ടവരെ? ഖബറിന്റെ അവസ്ഥ എന്താ? ഖബറിലെ അവസ്ഥ വളരെ ഭയാനകരമാണ്. ബഹുമാനപ്പെട്ട തഅവാ ഉസ്താദ് പാടുന്നുണ്ട്, ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ, മേടക്ക് പകരം മാളമാ സുബ്ഹാന, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സിമാന, മണ്ണിന്റെ തലയണയാണതിൽ നിനക്കുള്ളത്, ഞെരുക്കത്തിനാലിരുഭിത്തിയാണതിനുള്ളത്. ഇതാണ് ഖബറിന്റെ അവസ്ഥ. ഞെരുക്കത്തിനാലുള്ള ഇരുട്ടറയായ ഒരു 6 അടി മണ്ണിന്റെ ചുവട്ടിലാണ് നാം എല്ലാവരും പോയി കിടക്കാനുള്ളത്. വളരെ ഭയാനകരമായ ഒരവസ്ഥയാണ് ഖബറിൽ. ബഹുമാനപ്പെട്ട സയ്യിദുനാ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇന്നലിൽ ഖബരി ലഗ്തത്തുൻ, ഇന്നലിൽ ഖബരി ലഗ്തത്തുൻ, തീർച്ചയായിട്ടും ഖബറിനൊരിടുക്കമുണ്ട്. ലൗ അഹദുൻ നാജിം മിൻഹാ ലനജാ മിൻഹാ സഅദ് ഇബ്നു മുആദ്. ഖബറിനൊരിടുക്കമുണ്ട്. ആരെങ്കിലും ആ ഇടുക്കത്തെ തൊട്ട് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് തങ്ങൾ രക്ഷപ്പെട്ടേനെ. പക്ഷേ സഅദ് ഇബ്നു മുആദ് തങ്ങളും ഖബറിൽ രക്ഷപ്പെട്ടിട്ടില്ല. സഅദ് ഇബ്നു മുആദ് തങ്ങൾക്കും ഖബറിൽ പ്രയാസമുണ്ടായിട്ടുണ്ട്. ആരാണ് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ്? ആയിരക്കണക്കിന് മലക്കുകൾ ആകാശ ലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി വന്നില്ലേ? ഇഹ്തസ്സലഹു അർശുർ റഹ്മാൻ, ബഹുമാനപ്പെട്ടവരുടെ റൂഹ് ആകാശത്തോട്ട് ഉയർത്തിക്കൊണ്ടുപോയപ്പോൾ ഇഹ്തസ്സലഹു അർശുർ റഹ്മാൻ, അല്ലാഹുവിന്റെ അർശ് പോലും കിടകിടാ വിറച്ചില്ലേ? ആ സഅദ് ഇബ്നു മുആദ് തങ്ങളെയും ഖബറൊന്ന് കൂട്ടിപ്പിടിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. എങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് തങ്ങൾക്ക് ഖബറിൽ പ്രയാസമുണ്ടായിട്ടുണ്ട്. മുത്തുനബി എന്താ പറഞ്ഞത്? ലൗ അഹദുൻ നാജി മിൻഹാ ലനജാ മിൻഹാ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. ആരാണ് സഅദ് ഇബ്നു മുആദ് തങ്ങൾ? ആയിരക്കണക്കിന് മലക്കുകൾ ആകാശ ലോകത്ത് നിന്ന് മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി വന്ന സഹാബികളിലെ ഉന്നതരായ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. ആ തങ്ങളെക്കുറിച്ചാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ ഇങ്ങനെ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും പ്രിയപ്പെട്ടവരെ? ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ചരിത്രത്തിൽ കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ ഒരു കുട്ടിയെ മറവ് ചെയ്ത ശേഷം പറയുകയാണ്, ലൗ അഹദുൻ അഫ്ലത മിൻ ദമ്മത്തിൽ ഖബർ ലഅഫ്ലത ഹാദ സബിയ്. ആരെങ്കിലും ഖബറിന്റെ പ്രയാസത്തെ തൊട്ട് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ ഈ കുട്ടി രക്ഷപ്പെട്ടേനെ. പക്ഷേ ആ കുട്ടിയും ഖബറിൽ രക്ഷപ്പെട്ടിട്ടില്ല. ആ കുട്ടിക്കും ഖബറിൽ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത ആ കുട്ടിക്ക് ഖബറിൽ പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, സ്വഹാബികളിൽ ഉന്നതരായ ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് തങ്ങൾക്ക് ഖബറിൽ പ്രയാസമുണ്ടായിട്ടുണ്ടെങ്കിൽ
നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കി തരട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില മയ്യത്തുകൾ മറവ് ചെയ്ത ശേഷം സ്വഹാബത്തിനോട് പറയാറുണ്ടത്രേ, ഇസ്തഗ്ഫിറൂ ലി അഖീകും ഹാദാ, നിങ്ങളുടെ ഈ സഹോദരനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ, നിങ്ങളുടെ ഈ സഹോദരനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയാറുണ്ടത്രേ. എന്തിനു വേണ്ടിയാ പറയുന്നത്? മുത്തുനബിക്ക് ആ വ്യക്തി ഖബറിൽ അനുഭവിക്കാൻ പോകുന്ന പ്രയാസങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായതുകൊണ്ട് സ്വഹാബത്തിനോട് ദുആ ചെയ്യാൻ പറയുകയാണ്. ആ ദുആന്റെ ഫലം കൊണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ശിക്ഷയ്ക്ക് ചെറിയ ഇളവ് കിട്ടുകയാണെങ്കിൽ അത് വലിയ ലാഭമാണല്ലോ. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ദുആ ചെയ്യാൻ വേണ്ടി പറയുകയാണ്. ആ ദുആ തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമുക്കുമുള്ള മാർഗം. നമ്മളൊക്കെ ഖബറിൽ കടക്കാൻ വേണ്ടി പോകുന്നവരാണ്. നമ്മുടെയൊക്കെ ഖബർ ജീവിതം റാഹത്തിലാകണമെങ്കിൽ നിരന്തരമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുക തന്നെ വഴിയുള്ളൂ. فإن النبي صلى الله عليه وسلم كان يتعوذ منه. അള്ളാന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിന്റെ അദാബിനെ തൊട്ട് കാവൽ തേടുമായിരുന്നു. قال نبينا محمد صلى الله عليه وسلم استعيذوا بالله من عذاب القبر مرتين أو ثلاثا. അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറയുകയാണ്, ഇസ്തഈദൂ ബില്ലാഹി മിൻ അദാബിൽ ഖബർ, നിങ്ങൾ അദാബുൽ ഖബറിനെ തൊട്ട്, ഖബറിന്റെ അദാബിനെ തൊട്ട് നിങ്ങൾ അല്ലാഹുവിനോട് കാവൽ തേടണേ. മുത്തുനബി നിർത്തിയിട്ടില്ല, മറത്തൈനി ഔ സലാസാ, രണ്ടോ മൂന്നോ തവണ നിങ്ങൾ ഖബറിന്റെ അദാബിനെ തൊട്ട് അല്ലാഹുവിനോട് നിങ്ങൾ കാവൽ തേടണേ. ആരാണ് ദുആ ചെയ്യുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാളെ സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സ്വർഗ്ഗത്തിലെ ഉന്നതമായ തട്ടിൽ താമസിക്കുന്നയാളാണ്. ആ മുത്തുനബി പോലും അല്ലാഹുവിനോട് ഖബറിന്റെ അദാബിനെ തൊട്ട് കാവൽ തേടിയിട്ടുണ്ടെങ്കിൽ അസ്ഹാബി കന്നുജൂം, എൻ്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്, അവരിൽ നക്ഷത്ര തുല്യരാണ്. അവർ ഇബാദത്തുകളെല്ലാം കൃത്യമായി ചെയ്യുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ്. അവരോടാണ് മുത്തുനബി പറയുന്നത്, നിങ്ങൾ രണ്ടോ മൂന്നോ തവണ ഖബറിന്റെ അദാബിനെ തൊട്ട് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണേ. അങ്ങനെ മുത്തുനബി പോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മുത്തുനബി ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ എത്ര തവണ ദുആ ചെയ്യേണ്ടവരാ? മുത്തുനബി പോലും ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്വഹാബത്തിനോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ എത്ര തവണ ദുആ ചെയ്യണം പ്രിയമുള്ളവരെ. സ്വഹാബത്ത് എന്ന് പറഞ്ഞ ആരാ? ഇബാദത്തിൽ ഒരു മടിയും ഇല്ലാത്ത, കൃത്യമായി ചെയ്യുന്ന, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന അള്ളാഹുവിന്റെ മഹാരഥന്മാരാകുന്ന ഔലിയാക്കൾ. അവർക്ക് പോലും അള്ളാഹുവിനോട് ഖബറിന്റെ അദാബിനെ തൊട്ട് തേടാൻ, കാവൽ ചോദിക്കാൻ മടിയില്ലെങ്കിൽ, ഇബാദത്തുകളിലെല്ലാം അലസരായ, മടിയുള്ള, എന്നാൽ എല്ലാ തെറ്റുകളും, ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയതായ നമുക്കാണ് പ്രിയമുള്ളവരെ അള്ളാഹുവിനോട് ചോദിക്കാൻ മടി. നമുക്കാണ് മടി, അവർക്ക് മടിയില്ല. അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മൻ സഅലല്ലാഹ തആലൽ ജന്നത സലാസ മർറാത്ത് ഖാലത്തിൽ ജന്നത്തു അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന. ആരെങ്കിലും അല്ലാഹുവിനോട് 3 തവണ സ്വർഗം ചോദിച്ചാൽ, ആരെങ്കിലും അല്ലാഹുവിനോട് 3 തവണ സ്വർഗം ചോദിച്ചാൽ, ഖാലത്തിൽ ജന്നത്തു, സ്വർഗം പറയുകയാണ്, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അല്ലാഹുവേ അദ്ദേഹത്തെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ, അദ്ദേഹത്തെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ എന്ന് സ്വർഗം അല്ലാഹുവിനോട് പറയുകയാണ്. എന്തേ ചെയ്യേണ്ടതുള്ളൂ? 3 തവണ അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുക. ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വമൻ ഇസ്തജാറ മിനന്നാർ, ആരെങ്കിലും നരകത്തെ തൊട്ട് കാവൽ ചോദിച്ചാൽ, സലാസ മർറാത്ത്, 3 തവണ ആരെങ്കിലും നരകത്തെ തൊട്ട് കാവൽ ചോദിച്ചാൽ, ഖാലത്തിന്നാറു, നരകം പറയുകയാണ്, അല്ലാഹുമ്മ അജിർഹു മിനന്നാർ, അല്ലാഹുവേ അദ്ദേഹത്തെ നീ നരകത്തെ തൊട്ട് കാക്കണേ എന്ന് നരകം പറയുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദിച്ചാൽ മതി, നമുക്ക് കിട്ടാൻ, നമുക്ക് തരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല റെഡിയാണ്. പക്ഷേ നമ്മൾ ചോദിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ചോദിക്കണം. ഖബർ നരകത്തെക്കുറിച്ച്, നരകത്തെ തൊട്ട് കാവൽ ചോദിക്കണം, ഖബർ ശിക്ഷയെ തൊട്ട് കാവൽ ചോദിക്കണം, സ്വർഗം ചോദിക്കണം. എന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ശാശ്വതമാകുന്ന സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടാൽ വല്ലാണ്ട് കരയുമായിരുന്നു. ബഹുമാനപ്പെട്ട ദഅവ ഉസ്താദ് പറയുന്നുണ്ട്, സയ്യിദുന ഉസ്മാൻ ഖബറു കണ്ടാൽ പിന്നെ ഒഴുകുന്നതാണിരു കണ്ണുകൾ ക്ഷണം തന്നെ. നരകത്തെ ഓർത്താൽ പോലുമില്ലത് തങ്ങളിൽ, അതിലുപരിയാണേ ഖബറു കണ്ടാൽ നിങ്ങളിൽ. ഖബർ കണ്ടാൽ വല്ലാണ്ട് കരയുമായിരുന്നു. നരകത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ, നരകത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്നുമില്ലാത്ത കരച്ചിൽ. ഖബർ കാണുമ്പോൾ, ഖബർ കേൾക്കുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൽ കണ്ട സഹാബത്ത് ചോദിച്ചു, അല്ലയോ ഉസ്മാൻ തങ്ങളെ, നിങ്ങളെന്താണ് ഇങ്ങനെ ഖബർ കാണുമ്പോൾ കരയുന്നത്? നരകത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കരച്ചിലില്ലല്ലോ, അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഖബർ എന്ന് പറയുന്നത് ആഖിറത്തിലെ വീടുകളിലെ ആദ്യത്തെ വീടാ. ഫഇന്നജൽ അബ്ദു മിൻഹു ഫമാ ബഅദഹു ഐസറു മിൻഹു. ആരെങ്കിലും ആ ഖബറിൽ നിന്ന് കഴിച്ചിലാവുകയാണെങ്കിൽ ഫമാ ബഅദഹു ഐസറു മിൻഹു, ബാക്കിയുള്ളതൊക്കെ എളുപ്പമായിരിക്കും. ഞ്ഞോ വഇല്ലം യൻജു മിൻഹു, അതിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടില്ല, ഖബറിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടില്ലെങ്കിലോ ഫമാ ബഅദഹു അശദ്ദു മിൻഹു, ഖബറിന് ശേഷമുള്ള മഹ്ശറയൊക്കെ, ഹിസാബൊക്കെ അശദ്ദു മിൻഹു, ആ നരകത്തേക്കാൾ കടുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഖബർ കാണുമ്പോൾ ഇങ്ങനെ കരയുന്നതെന്ന് സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൊണ്ട് ഖബറൊക്കെ ആലോചിച്ച്, നമ്മളൊക്കെ എത്ര ഖബർ കാണുന്നവരാ, എത്ര മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നവരാ, എത്ര മയ്യത്തിന്റെ മുകളിലേക്ക് 3 പിടി മണ്ണ് വാരിയിട്ടവരാ. പക്ഷെ നമുക്ക് ആ കരച്ചിൽ വരുന്നില്ല. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? ഖബർ കാണുമ്പോൾ കരയണം, നരകത്തെ ഓർത്ത് കരയണം, ഖബർ ഓർത്ത് കരയണം. എന്നാലേ അവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ, സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ ദുനിയാവിൽ നിന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ഒരിറ്റ് കണ്ണുനീരിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉഹദ് മലയോളം പ്രതിഫലമാണ് തരുന്നത്. ഉഹദ് മലയോളം പ്രതിഫലമാണ് തരുന്നത്. അതുകൊണ്ട് ദുനിയാവിൽ നിന്ന് കരയണം, ആഖിറത്തിൽ വെച്ച് കരഞ്ഞിട്ട് കാര്യമില്ല. ഒരു മുഅ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ നിന്ന് അവൻക്ക് സ്വർഗം നേടുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. ദുനിയാവിൽ നിന്ന് സ്വർഗം നേടുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. കാരണം എന്താ? അവനിക്ക് ഇബാദത്തുകളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും. ഒരുപാട് ഇബാദത്തുകൾ അവനിക്ക് ഇഷ്ടമുള്ളതുപോലെ, അവൻ്റെ സൗകര്യം പോലെ ഒരുപാട് അമലുകൾ അവനിക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ദുനിയാവിൽ നിന്നൊരു മനുഷ്യന് സ്വർഗം നേടുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖദ് സഹല അലൈഹിൽ അംറു മാദാമ ഫിദ് ദുനിയാ. അവൻ ദുനിയാവിലാകുന്ന കാലത്തോളം അവൻ്റെ മേൽ കാര്യം എളുപ്പമാണ്, സ്വർഗത്തിലേക്ക് എത്തുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. എന്നാൽ അവൻ മരണപ്പെട്ട് കഴിഞ്ഞാലോ, ഫഇദാ ദുഖിലൽ ഖബ്റ ഫഇന്നഹു യതമന്നാ അൻ യുഅദന ലഹു ബിഹസനത്തിൻ വാഹിദ. അങ്ങനെ ഒരാൾ മരണപ്പെട്ട അദ്ദേഹത്തെ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ ഒരു നന്മ ചെയ്യാൻ അല്ലാഹു എനിക്ക് അനുവാദം തന്നിരുന്നെങ്കിൽ എന്നിങ്ങനെ കൊതിക്കുകയാണ്. ഒരു 2 റക്അത്ത് നമസ്കാരം, ഒരു തസ്ബീഹ്, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതിനെങ്കിലും അല്ലാഹു എനിക്ക് അനുവാദം തന്നിരുന്നെങ്കിൽ എന്ന് ഖബറിലിരുന്ന ആ മനുഷ്യരിങ്ങനെ ആലോചിക്കുകയാണ്, ഇങ്ങനെ പറയുകയാണ്. പക്ഷേ അവന്റെ അവസ്ഥ എന്താ? ഫലാ യുഅദനു ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് അനുവാദം കൊടുക്കൂല. ഖബറിൽ നിന്ന് ഒരു തസ്ബീഹിന് പോലും അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം കൊടുക്കൂല. ഫയബ്ഖാ ഫീ ഹസറത്തിൻ വ നിദാമാ, അവൻ ആ ദുഃഖത്തിൽ ഇങ്ങനെ, അവന്റെ ഖേദത്തിൽ ഇങ്ങനെ ബാക്കിയാകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിൽ പ്രയാസം ഉണ്ടാവുമ്പോൾ അങ്ങനെ ആഗ്രഹിക്കുക,
ഒരു റക്അത്ത് 2 റക്അത്ത് നമസ്കരിക്കാൻ അല്ലാഹു എനിക്ക് അനുവാദം തന്നിരുന്നെങ്കിൽ ആ 2 റക്അത്ത് മതിയാകും അവനിക്ക് ആ സമയത്തെ പ്രയാസം നീങ്ങാൻ. പക്ഷേ അല്ലാഹു അനുവാദം കൊടുക്കൂല. ഒരു തസ്ബീഹിന്, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിന് അനുവാദം നൽകുകയാണെങ്കിൽ അവനായ ശിക്ഷയെ തൊട്ട് കഴിച്ചിലാവും. പക്ഷേ അവനിക്ക് അനുവാദം കൊടുക്കൂല. അവനിക്ക് ഇബാദത്ത് എടുക്കാനുള്ള അവസരം ഒരുപാട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ വെച്ച് നൽകി. അവിടെ നിന്ന് ചെയ്യാത്തത് കൊണ്ടാണ്, അവിടെ വെച്ച് മടി കാണിച്ചത് കൊണ്ടാണ് അവനിക്ക് ഈ പ്രയാസം ഖബറിലുണ്ടായത്. അതുകൊണ്ട് ഇനി ഖബറിലൊരു അവസരമില്ല, ഖബറിലൊരു ഇബാദത്തിന് അവസരമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദുനിയാവിൽ നിന്ന് തന്നെ സ്വർഗം നേടണം, അതിനുള്ള അമാലുകൾ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്നാൽ ഖബറിൽ എത്തിക്കഴിഞ്ഞാലും, മരണപ്പെട്ട് ഖബറിലേക്ക് എത്തിക്കഴിഞ്ഞാലും മുറിയാത്ത ചില അമലുകളുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇദാ മാതൽ അബ്ദു ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാസ. ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ അമലുകളെല്ലാം മുറിഞ്ഞു പോകുന്നതാണ്. ഇല്ലാ മിൻ സലാസ, 3 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള അമലുകളെല്ലാം മുറിഞ്ഞു പോകുന്നതാണ്. പിന്നീട് അവനിക്കത് ചെയ്യാൻ സാധിക്കില്ല. ആ മുറിഞ്ഞു പോകാത്ത 3 അമലുകൾ ഏതാ? ഒന്നാമത്തതായിട്ട് മുത്തുനബി പറയുന്നത് സദഖത്തുൻ ജാരിയ, സദഖ ജാരിയായ സദഖയാണ്. രണ്ടാമതായിട്ട് പറയുന്നത് ഔ ഇൽമു യന്തഫിഉ ബിഹി, ഉപകാരപ്രദമായ ഇൽമാണ്. മൂന്നാമതായിട്ട് ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഔ വലദുൻ സാലിഹുൻ യദ്ഉ ലഹു ബിഖൈർ. 3 കാര്യങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാലും അവന്റെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? ഒന്നാമതായിട്ട് പറയുന്നു സദഖത്തുൻ ജാരിയ, ജാരിയായ സദഖ. ഒരാൾ ദുനിയാവിൽ നിന്ന് ജാരിയായ സദഖ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കൂലി മുറിയൂല, അതവന്റെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. എന്താണ് ജാരിയായ സദഖ എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു, ജാരിയായ സദഖ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വഖഫാണ്, വഖഫാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പള്ളിക്ക് വേണ്ടി, മദ്രസക്ക് വേണ്ടി, അല്ലെങ്കിൽ ദർസിന് വേണ്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ വഖഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ, നാം മരണപ്പെട്ട് കഴിഞ്ഞാലും നമ്മുടെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കും. അത് മുറിയൂല, ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം എത്തിക്കൊണ്ടിരിക്കുകയാണ്. മദ്രസയിലേക്ക് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഒരാൾ ബെഞ്ചും ഡെസ്കും നൽകി കഴിഞ്ഞാൽ, ഉദാഹരണമായി പറയുകയാണ്, അത് ആ മദ്രസയിൽ കുട്ടികൾ അതിൽ മേൽ പഠിക്കുന്ന കാലത്തോളം അവന്റെ ഖബറിലേക്ക് ഇങ്ങനെ അതിന്റെ പുലെത്തിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു വഖഫ് നമ്മൾ മരിക്കുന്നതിന്റെ മുമ്പായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നാളെ ഖബറിൽ അതൊരു വലിയ മുതൽക്കൂട്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു തസ്ബീഹിന് വേണ്ടി കൊതിക്കുന്ന സമയത്ത് നമ്മൾ ദുനിയാവിൽ വെച്ച് ചെയ്തതായ ഈ ജാരിയായ സദഖയുടെ ഈ വഖഫിന്റെ പ്രതിഫലം അങ്ങനെ എത്തുമ്പോൾ നമുക്ക് എത്ര ആശ്വാസം ഉണ്ടായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്തെങ്കിലുമൊക്കെ പള്ളിക്കോ മദ്രസയിലേക്കോ എന്തെങ്കിലുമൊക്കെ ഒന്ന് മരിക്കുന്നതിന്റെ മുമ്പായിട്ട് വഖഫ് ചെയ്യും എന്ന് ഈ സദസ്സിൽ നിന്ന് തന്നെ നിയ്യത്തിരിക്കുക. രണ്ടാമതായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് എന്താ? ഔ ഇൽമു യന്തഫിഉ ബിഹി, ഉപകാരപ്രദമായ ഇൽമ്. ഒരാൾ മറ്റൊരാൾക്ക് ഇൽമ് പഠിപ്പിച്ചു കൊടുത്തു, അവനിലൂടെ അതിങ്ങനെ സമൂഹത്തിൽ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്, അവൻ മറ്റുള്ളവർക്ക് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവൻ മരണപ്പെട്ട് കഴിഞ്ഞാലും ഇവൻ പഠിപ്പിച്ചു കൊടുത്ത ഇൽമ് ഇങ്ങനെ സമൂഹത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുക. അതാണ് ഇൽമു യന്തഫിഉ ബിഹി, ഉപകാരപ്രദമായ ഇൽമ്. അതും മുറിയൂല. നാം ആർക്കെങ്കിലും നിസ്കാരം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാലും അവൻ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ നിസ്കരിക്കുന്നതിൻ്റെ ഒക്കെ പ്രതിഫലം നമ്മുടെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. നമ്മുടെ മക്കളെ ഇൽമിന്റെ വഴിയിലേക്ക് എത്തിച്ചാൽ, നമ്മുടെ മക്കളെ അല്ലെങ്കിൽ പേരക്കുട്ടികളെ ഇൽമിന്റെ വഴിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോകും. അവരിങ്ങനെ പള്ളി ദർസിൽ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ആ ഇൽമിന്റെ ഒരു ബറക്കത്ത് നമ്മുടെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മുടെ വളർന്നു വരുന്നതായ മക്കളെ അല്ലെങ്കിൽ പേരക്കുട്ടികളെയൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി ചേർക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നാളെ നമുക്ക് ഖബറിലൊരു മുതൽക്കൂട്ടായിരിക്കുമെന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. മൂന്നാമതായിട്ട് പറയുന്നത്
ഔ വലദുൻ സാലിഹുൻ യദ്ഉ ലഹു ബിഖൈർ. സ്വാലിഹായ സന്താനം അവനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനമുണ്ടെങ്കിലും അവന്റെ അമല് മുറിയൂല. അവന് മുഖേന ഇങ്ങനെ കൂലി കിട്ടിക്കൊണ്ടിരിക്കും ഖബറിലേക്ക്. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ മക്കൾ വളർന്നു കഴിഞ്ഞാൽ ഒരു 90% സ്വാലിഹാകാതിരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് മക്കളുടെ കാര്യത്തിലൊക്കെ നമുക്ക് ശ്രദ്ധ വേണം. ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടുത്തെ ഉസ്താദിന്റെ ശിക്ഷണത്തിൽ ഇങ്ങനെ വളർന്നോളും. നാട്ടിലായി കഴിഞ്ഞാൽ സ്വാലിഹാകാതിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്നത് പരിഗണിച്ചുകൊണ്ട് ആ മക്കളെയൊക്കെ നിങ്ങൾ നല്ലൊരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി ആക്കണം. അത് മുഖേന നമ്മുടെയൊക്കെ ഖബറും വെളിച്ചമാവുകയാണ്. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാലും ആ മക്കൾ പഠിക്കുന്ന ഇൽമിന്റെ ഒരു ബർക്കത്ത് നമ്മുടെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടേക്ക് ഞാൻ പറഞ്ഞത്, ഖബറിൽ എല്ലാവരും ഒരു തസ്ബീഹിന് വേണ്ടി കൊതിക്കുന്ന സമയമുണ്ട്. ആ തസ്ബീഹിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു അവന്റെ അദാബ് നീക്കിക്കൊടുക്കും. പക്ഷേ ഖബറിൽ അത് അവനക്ക് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ അവൻ ഈ പള്ളിയിലേക്ക് കൊണ്ടുപോയി ആക്കിയ മകൻ ഇവന്റെ ഖബറിങ്ങനെ വന്ന് ദുആ ചെയ്യാണ്, ഖുർആൻ ഓതുകയാണ് എങ്കിൽ എത്ര ആശ്വാസമായിരിക്കും. അതുകൊണ്ട് ഈ മരിച്ചു കഴിഞ്ഞാലും മുറിഞ്ഞു പോകാത്ത ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് ഞാൻ മരിക്കുന്നതിന്റെ മുമ്പായിട്ട് ചെയ്യുമെന്ന് എല്ലാവരും തീർച്ചപ്പെടുത്തുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഒരു ബുദ്ധിയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് എപ്പോഴും മരണത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകും. അപ്പോൾ മരണത്തെക്കുറിച്ച് ചിന്തയുണ്ടാകുമ്പോൾ അവനക്ക് ഇബാദത്തിലേക്ക് ഒരു ഉത്സാഹം കിട്ടും, ഇഖ്ലാസ് കിട്ടും. ബഹുമാനപ്പെട്ട ഇമാം ഫഖീഹ് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, മൻ അറാദ അൻ യൻജു മിൻ അദാബിൽ ഖബർ ഫഅലൈഹി അൻ യുലാസിമ 4 അശ്യാ. ആർക്കെങ്കിലും ഖബറിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ 4 കാര്യങ്ങൾ അവൻ ജീവിതത്തിൽ പതിവാക്കണേ. ഏതാണ് ആ കാര്യങ്ങള്? ഫമുഹാഫളതു സ്വലവാത്ത്, നമസ്കാരങ്ങളെ പതിവാക്കലാണ്, നമസ്കാരങ്ങളെ കൃത്യമായി നിർവഹിക്കലാണ്. രണ്ടാമതായിട്ട് പറയുന്നത് വസ്സദഖതു, സദഖയാണ്. പാവപ്പെട്ടവര് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ അവരെ ഗായിബാക്കി മടക്കല്ല, അവർക്കൊന്നും നൽകാതെ, ഒരു സഹായവും നൽകാതെ അവരെ മടക്കി അയക്കല്ല. സദഖക്ക് വലിയ പ്രതിഫലമാണ്. നാളെ ഖബറിൽ നമ്മുടെ അദാബ് നീങ്ങിക്കിട്ടാനത് കാരണമാണ്. നമ്മുടെ മുന്നിലേക്ക് ഒരു പാവപ്പെട്ടവൻ കടന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇവൻ മുഖേന എനിക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്, ഇവൻ കാരണം എനിക്ക് സ്വർഗ്ഗത്തിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്, ഇവൻ മുഖേന എൻ്റെ ഖബറിലെ അദാബ് നീങ്ങിക്കിട്ടുന്നതാണ് എന്ന് തുടങ്ങിയ ചിന്തകളാണ് നമ്മൾ അവനെ കാണുമ്പോൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ അവനെ സഹായിച്ചു കഴിഞ്ഞാൽ അവന്റെ ഖബറിലെ ഈ സദഖ നൽകിയ ആളുടെ ഖബർ ശിക്ഷ ഒഴിവാകുമെന്ന് ഇമാം ഫഖീഹ് റഹിമഹുല്ലാഹ് പറയുകയാണ്. മൂന്നാമതായിട്ട് പറയുന്നത് വഖിറാഅത്തുൽ ഖുർആൻ. മൂന്നാമതായിട്ട് പറയുന്നത് ഖുർആൻ ഓതലാണ്. എപ്പോഴും നമ്മൾ ഖുർആൻ ഓതണം പ്രിയപ്പെട്ടവരെ. ഖുർആൻ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതിൽ ഒന്ന് ഖബറിലെ ശിക്ഷയെ തൊട്ട് രക്ഷപ്പെടലാണ്. ഖബർ ശിക്ഷയെ തൊട്ട് രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവൻ ഖുർആൻ ഓതട്ടെ എന്ന് ഇമാം ഫഖീഹ് റഹിമഹുല്ലാഹ് പറയുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും 5 വക്ത് നമസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ ഒരു 2 പേജെങ്കിലും ഖുർആൻ ഓതുമെന്ന് എല്ലാവരും ഒന്ന് തീർച്ചപ്പെടുത്തുക. 2 പേജ് ഖുർആൻ ഓതാൻ ഒരു 5 മിനിറ്റ് സമയം മതി. എല്ലാ 5 വക്ത് നമസ്കാരങ്ങൾക്ക് പിറയുകയും അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ ഖബറിലെ പ്രയാസം നീങ്ങിക്കിട്ടും. ഖബറിലെ പ്രയാസം എല്ലാവർക്കും ഉണ്ടാകും. എന്നാലും ആ പ്രയാസങ്ങളൊക്കെ ചെറിയ തോതിൽ ഇളവ് ലഭിക്കാൻ ഇതൊക്കെ കാരണമാകും. ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണവും സദഖയൊക്കെ കാരണമാകും. അതുകൊണ്ട് ഈ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. നാലാമതായിട്ട് പറയുന്നത് എന്താ? വകസറത്തു തസ്ബീഹ്. കസറത്തു തസ്ബീഹ്, തസ്ബീഹ് ധാരാളം അധികരിപ്പിക്കുക. നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു അമല് തസ്ബീഹാണ്. കാരണം നമ്മൾ എന്ത് കൈകൊണ്ട് കാലുകൊണ്ട് എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും നമ്മുടെ നാവ് കൊണ്ട് നമുക്കിങ്ങനെ തസ്ബീഹ് ചെല്ലാം. അങ്ങനെ തസ്ബീഹ് ചൊല്ലിക്കഴിഞ്ഞാൽ അവനക്ക് ഖബർ ശിക്ഷയെ തൊട്ട് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഫഖീഹ് റഹിമഹുല്ലാഹ് പറയുകയാണ്. ഇനിയോ 4 കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും വേണം.
അതേതാ അവൻ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഫൽകദിബു, ഒന്നാമതായിട്ട് കളവ് പറയലാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, ജീവിതത്തിൽ കളവ് പറയല്ല. രണ്ടാമതായിട്ട് പറയുന്നത് വൽ ഖിയാനതു, വഞ്ചനയാണ്. രണ്ടാമതായിട്ട് പറയുന്നത് വഞ്ചനയാണ്. ഒന്നാമതായിട്ട് പറഞ്ഞത് കളവ് പറയരുത്. കളവ് പറഞ്ഞു കഴിഞ്ഞാൽ ഖബറിൽ പ്രയാസം ഉണ്ടാവും. രണ്ടാമതായിട്ട് വഞ്ചന, ആരെയും വഞ്ചിക്കരുത്. ആരെങ്കിലും വഞ്ചിച്ചു കഴിഞ്ഞാലും ഖബറിൽ പ്രയാസം ഉണ്ടാവും. ഇമാം ഫഖീഹ് റഹിമഹുല്ലാഹ് പഠിപ്പിക്കുകയാണ്. മൂന്നാമതായിട്ട് നമീമത്ത്, മറ്റുള്ളവരുടെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടക്കുക, അത് വലിയ തെറ്റാണ്. അതും ഒരാൾ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവനിക്കും ഖബറിന്റെ പ്രയാസത്തെ തൊട്ട് രക്ഷപ്പെടാൻ സാധിക്കില്ല. നാലാമതായിട്ട് പറയുന്നു വൽ ബൗൽ, മലമൂത്ര വിസർജനം നടത്തിയിട്ട് ശുദ്ധിയാക്കാത്ത ആള്, അവനിക്കും ഖബറിൽ പ്രയാസം ഉണ്ടാകുന്ന. അതുകൊണ്ട് ജീവിതത്തിൽ പതിവാക്കേണ്ട കാര്യങ്ങൾ പതിവാക്കി, മാറ്റി നിർത്തേണ്ട കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ജീവിക്കുക. മരണപ്പെട്ട് കഴിഞ്ഞാലും മുറിയാത്ത 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒക്കെ ഒന്ന് ജീവിതത്തിൽ ഉണ്ട് എന്ന് എല്ലാവരും ഉറപ്പുവരുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കി തരട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ഒരുപാട് ആളുകൾ ഖബറിലാണ്. അവർക്കൊക്കെ ഖബറിൽ നീ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഖബർ പ്രകാശപൂരിതമാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഖബർ പ്രകാശപൂരിതമാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മുത്തുനബിയുടെ ശഫാഅത്ത് ലഭിക്കുന്നവരിൽ ഞങ്ങളെയും അവരെയും നീ ചേർത്തി തരണേ റഹ്മാനെ. മുത്തുനബിയുടെ കൈകൊണ്ട് ഹൗലുൽ കൗസർ വാങ്ങിക്കുടിക്കുന്ന മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ ഞങ്ങളെയും അവരെയും നീ ചേർത്തി തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരെയും മുത്തുനബിയോടുകൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മൾ ചൊല്ലിയ സ്വലാത്തുകളൊക്കെ പരിപൂർണമായ നിലക്ക് സ്വീകരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗളയിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ ഹഖ് ജാഹ് ബറക്കത്തുണ്ട്. അല്ലാഹു നമുക്ക് റഹ്മത്തിൻ്റെ മഴ വർഷിപ്പിച്ചു തരട്ടെ. വലിയ പ്രയാസത്തിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് നമ്മുടെ പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പ്രത്യേകമായി ഒറ്റ കാര്യം സൂചിപ്പിക്കുകയാണ്. നമ്മുടെ മുൻഗാമികളെപ്പോലെ ഒരു ദിവസം 1000 റക്അത്തൊക്കെ നിസ്കരിക്കുന്ന ആളുകളല്ല. വളരെ ചുരുങ്ങിയ സമയമാണ് നമ്മുടെ ഇബാദത്ത്. വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് നമ്മളുടെ ഇബാദത്തിലായി അള്ളാഹുവിൻ്റെ ദിക്റിലായി ഒക്കെ കഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ സാധനം കുറച്ച് കയ്യിലുള്ള ആളുകളുടെ സ്വഭാവം അത് നഷ്ടപ്പെടുന്നത് നല്ലതുപോലെ സൂക്ഷിക്കുമെന്നതാണ്. നമ്മുടെ വീട്ടിൽ വല്ല ചായപ്പൊടിയോ പഞ്ചസാരയോ വളരെ കുറച്ചേ ഉള്ളൂ എങ്കിൽ നമ്മളത് ശ്രദ്ധിച്ച് പിശുക്കി ചെലവാക്കുന്നത് പോലെ വളരെ സൂക്ഷിച്ചാണല്ലോ നമ്മൾ ചെലവാക്കുക. അതുപോലെ നമ്മുടെ അമലുകൾ വളരെ കുറവാണ്. അത് നഷ്ടപ്പെട്ടു പോകുന്നതായിരിക്കണം നമ്മളെ ഏറ്റവും വലിയ പേടി. നമ്മുടെ അമലുകൾ ഇപ്പൊ ചെയ്തുണ്ടാക്കി ഇതൊക്കെ നഷ്ടപ്പെട്ടു പോവുമോ എന്നുള്ളൊരു പേടിയായിരിക്കണം ഏറ്റവും വലിയ പേടി. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ വളരെ പെട്ടെന്ന് നമ്മൾ ചെയ്തത് മുഴുവൻ ബാത്തിലാവും. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, അൽ ഗീബത്തു തുഹ്ബിത്തുൽ അമൽ. ഒരു മനുഷ്യന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം അവന്റെ അസാന്നിധ്യത്തിൽ പറഞ്ഞാൽ അത് അമലിനെ ബാത്തിലാക്കുന്നതാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന സുന്നത്ത് നിസ്കാരങ്ങൾ, ദുആ, സ്വലാത്ത് മുഴുവൻ പോയി. എന്ത് നമ്മൾ ചെയ്ത തെറ്റ്? കള്ളു കുടിച്ചോ? ഇല്ല. എന്തേലും ഹറാമ് ചെയ്തോ? ഇല്ല. ഹറാമ് ചെയ്തോ പറഞ്ഞാൽ പരസ്യമായ എല്ലാവർക്കും അറിയുന്ന തരത്തിലുള്ള ഒരു വലിയ തെറ്റൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഒരു മനുഷ്യന് ഇഷ്ടമില്ലാത്ത പറഞ്ഞിട്ടുള്ളൂ. ഒരു മനുഷ്യന് ഇഷ്ടമില്ലാത്ത പറയാന്ന് പറഞ്ഞാൽ ഓനെപ്പറ്റി വലിയ കുറ്റം പറയണമെന്നൊന്നുമില്ല. ബഹുമാനപ്പെട്ട ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഒരു പെണ്ണിനെ പറ്റി പറയുന്ന സമയത്ത് ആയിഷ ബിബി പറഞ്ഞു, ഓള് തീരെ വൽപ്പല്ലാത്തൊരു പെണ്ണാണ്. ഇന്നഹാ ഖസീറ. ഒരു പെണ്ണിനെ പറ്റി ചർച്ച ചെയ്തപ്പോൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ കുറ്റം പറയാൻ ഉദ്ദേശിച്ച് പറഞ്ഞു എന്നല്ല, വൽപ്പല്ലാത്തൊരു പെണ്ണാണ്, വൽപ്പം കുറവാണ്.
എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ നീ ഗീബത്ത് പറഞ്ഞല്ലോ ആയിഷ എന്നാണ് പറഞ്ഞത്. നമ്മൾ വിചാരിക്കും ഗീബത്ത് പറഞ്ഞ ഒരു മനുഷ്യനെ കുറിച്ച് കുറേ പറയണം, അല്ലെങ്കിൽ പറ്റ മോശമായി പറയണം. അങ്ങനെയൊന്നുമില്ല. ഒരു മനുഷ്യന് ചെറിയ വാക്ക് മതി. ഓൻ വൽപ്പല്ല, ഓൻ ഭയങ്കര നീളാണ്, ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെറുത് പറഞ്ഞാൽ മതി, നമ്മൾ ചെയ്ത് മുഴുവൻ ബാത്തിലാവും. നല്ലതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രയിൽ ഇങ്ങനെ പോവുകയാണ്. 2 ഖബർ കാണുന്നു. ആ ഖബറിൽ 2 ആൾക്കും അദാബുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, ഇവരെ പ്രശ്നം വലിയ കുറ്റം ചെയ്തതൊന്നുമല്ല, വൻദോഷം ചെയ്തിട്ടൊന്നുമല്ല. ഒരാൾ മൂത്രമൊഴിച്ചാൽ ശരിക്കും കഴുകൂല, മറ്റവന് ഗീബത്ത് പറഞ്ഞു എന്നുള്ളതാണ്. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പരിഹാരം ഒരു പച്ച തൈ കൊണ്ടുവന്നിട്ട് അത് 2 ഖബർമീൻ കുത്തി കൊടുത്തു എന്നാണ്. ആ ഖബറിന്റെ അദാബിൽ നിന്ന് ഈ പച്ചപ്പ് ഉണ്ടെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവുക. അതിനാണ് നമ്മൾ പരിശുദ്ധമായ ഖുർആനൊക്കെ ഓതണം, മരിച്ചവർക്ക് വേണ്ടി ഓതണം എന്ന് പറയുന്നത്. ഒരു പച്ച ഒരു തൈ കൊണ്ട് ഖബർ കിടക്കുന്ന ആൾക്ക് രക്ഷ ഉണ്ടെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് എന്തുമാത്രം രക്ഷയായിരിക്കും ഉണ്ടാവുക. നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്കും ഒക്കെ എപ്പോഴും നമ്മൾ ഖുർആൻ ഓതി ഹദിയ ചെയ്യുക. പറ്റിയെങ്കിൽ ഖബറിങ്ങ് പോയി തന്നെ നേരിട്ട് ഓതാനൊക്കെ നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഈ പ്രയാസപ്പെട്ട് എല്ലാവരും തിരക്കിലാണ്, അതിൻ്റെ ഇടയിൽ നമ്മൾ നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്, അള്ളാഹു കബൂലാക്കട്ടെ. അത് നഷ്ടപ്പെട്ടു പോകുന്ന പ്രവർത്തനങ്ങൾ മറ്റൊരാളെ സംബന്ധിച്ചും ഇന്ന് സോഷ്യൽ മീഡിയക്ക് വ്യാപകമായ കാലമാണ്. പണ്ട് ഒരു രാത്രി 2 മണിക്കൂറാക്ക് ഗീബത്ത് പറയാൻ മുട്ടിയാൽ അവസരമല്ല, സുബഹി ആവണം, പള്ളിക്കൊക്കെ പോകുമ്പോൾ ആൾക്കാരെ കാണുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. ഇന്ന് 2 മണിക്ക് ഗീബത്ത് പറയാൻ ഒരാൾക്ക് തോന്നുകയാണെങ്കിൽ അപ്പോൾ ഫോൺ എടുത്ത് പറഞ്ഞാൽ മതി, നേരം വെളുത്തിട്ട് എല്ലാവരും കേട്ടോളൂ. എല്ലാ തെറ്റുകളും വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലുള്ളത്. നമ്മൾ മറ്റൊൻ്റെ ഒരു ഐബ് ഒരു പോസ്റ്റ് നമ്മളിലേക്ക് വന്നു, അത് പിടിച്ച് ഷെയർ ചെയ്താലും ഈ പറഞ്ഞ അവസ്ഥ തന്നെയാണ് നമ്മളെ അവസ്ഥ. മറ്റുള്ളവൻ്റെ ഐബ് പുറത്തടിച്ചാലും ഓനക്ക് ഇഷ്ടമില്ലാത്ത പറഞ്ഞാലും ഒക്കെ നമ്മൾ ചെയ്തൊക്കെ ബാത്തിലായി പോകും. അതുകൊണ്ട് കുറച്ചുള്ള ആളുകളായതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തിലൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടുന്ന രീതിയിൽ ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. റഹ്മാൻ റഹീമുമായ രാജസയ്യിദായ അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസിനെ കബൂലാക്കണേ റഹ്മാനെ.
ഞങ്ങൾ ഈ മജ്ലിസിൽ വെച്ച് ചൊല്ലിയത് പറഞ്ഞത് കബൂലാക്കണേ റഹ്മാനെ. അസ്ഹാബുൽ ബദരീങ്ങളുടെ പേര് പറഞ്ഞത് കബൂലാക്കണേ റഹ്മാനെ. യാ അസ്ഹാബുൽ ബദരീങ്ങളുടെ പേര് പറഞ്ഞ ഞങ്ങളുടെ നാവിനെ നരകത്തിൽ നിന്ന് കാത്ത് രക്ഷിക്കണേ റഹ്മാനെ. നല്ലത് പറയാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ ഹലാലും ഖൈറുമായ ഉദ്ദേശങ്ങളെ ഹാസിലാക്കണേ അല്ലാഹ്. എന്തൊക്കെ ഉദ്ദേശം വെച്ചുകൊണ്ടാണോ ഈ മജ്ലിസിലേക്ക് ഞങ്ങൾ കടന്നു വന്നതെങ്കിൽ എല്ലാം അറിയുന്ന രാജാതിരാജയ അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ ഹലാലും ഖൈറുമായ ഉദ്ദേശങ്ങൾ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരത്തിലുള്ള രോഗങ്ങൾക്ക് പരിപൂർണ ശിഫ നൽകണേ ഷാഫി. ഞങ്ങളുടെ കുടുംബത്തിലുള്ള രോഗികൾക്ക് പരിപൂർണ ശിഫ നൽകണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കണേ റഹ്മാനെ. കീറി മുറിക്കേണ്ടുന്ന റോഡിൽ ചിന്നിച്ചിതറേടുന്ന അവസ്ഥയെ തൊട്ട് കാത്തിരക്ഷിക്കണേ അല്ലാഹ്. വെട്ടിപ്പൊളിക്കേണ്ടുന്ന മരണത്തെ തൊട്ട് കാത്തിരക്ഷിക്കണേ അല്ലാഹ്. മാറാവ്യാധികളെ തൊട്ട് കാത്തിരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും ഞങ്ങളുടെ മഹല്ലത്തിലുള്ളവരെയും കാത്തിരക്ഷിക്കണേ അല്ലാഹ്. ജീവിതത്തിൽ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദഫലമായി വന്നുപോയ മുഴുവൻ ചെറുതും വലുതുമായ രഹസ്യമായും പരസ്യമായും ചെയ്ത തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്തു മാഫാക്കണേ അല്ലാഹ്. നിന്റെ റഹ്മത്താകുന്ന മഴ ഞങ്ങൾക്ക് തടഞ്ഞു വക്കല്ല തമ്പുരാനെ. ഞങ്ങൾ ചെയ്ത പാപത്തിൻ്റെ പെരുപ്പം കാരണമാണ് നിന്റെ റഹ്മത്താകുന്ന മഴ ഞങ്ങൾക്ക് തടഞ്ഞതെങ്കിൽ ഞങ്ങളുടെ ദോഷം പൊറുത്തുകൊണ്ട് നിന്റെ റഹ്മത്താകുന്ന മഴ ഞങ്ങൾക്ക് വർഷിപ്പിക്കണേ റഹ്മാനെ. പരിപൂർണമായ രോഗങ്ങൾക്ക് പരിപൂർണ ശിഫ നൽകണേ അല്ലാഹ്. ഈ മജ്ലിസിൽ വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ റഹ്മാനെ, എന്തുദ്ദേശം വെച്ചുകൊണ്ടാണോ അവർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തതെങ്കിൽ ആ ഉദ്ദേശങ്ങളൊക്കെ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മഹല്ലത്തിൽ നിന്ന് അടുത്ത് മരണപ്പെട്ട 2 സഹോദരനൊരു സഹോദരിയുമുണ്ട്. അവർക്ക് മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. ഈ മജ്ലിസിന്റെ മിസ്ലി സവാബിനെ അവരുടെ ഖബറിലേക്ക് എത്തിക്കണേ റഹ്മാനെ. അസ്ഹാബുൽ ബദരീങ്ങളുടെ കാവൽ അവർക്ക് ഖബറിൽ നൽകണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാഹ്. സന്താനങ്ങളില്ലാത്തവർക്ക് സാലിഹായ സന്താനങ്ങൾ നൽകണേ അല്ലാഹ്. കടം കൊണ്ട് വലയുന്നവരുടെ കടങ്ങൾ വീട്ടാനുള്ള വഴി തുറന്നു കൊടുക്കണേ റഹ്മാനെ. എല്ലാ ബന്ധപ്പെടുന്ന മേഖലകളിലും ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യമായ ഭാര്യ ഭർത്താക്കന്മാരെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഉസ്താദ്മാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഞങ്ങളിൽ പലരുടെയും മാതാപിതാക്കൾ രോഗം കൊണ്ട് അസുഖം കൊണ്ട് വീട്ടിൽ കഴിയുന്നവരുണ്ടല്ലോ റഹ്മാനെ. അവർക്ക് പരിപൂർണ ശിഫ നൽകണേ അല്ലാഹ്. പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, മക്കള്, കുടുംബക്കാര് അവർക്ക് മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. അവരുടെ ഖബറിലേക്ക് ഈ മജ്ലിസിന്റെ ചൊല്ലിയതിന്റെ സവാബിനെ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. വിശിഷ്യ ഞങ്ങളുടെ മഹല്ല് പള്ളിയുടെ ചുറ്റുഭാഗത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറാളികളിലേക്ക് ഇതിന്റെ സവാബിനെ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങൾ മരിച്ചു ചെന്നാൽ ഞങ്ങളുടെ ഖബറിലേക്ക് ഞങ്ങൾ ചെയ്ത സാലിഹായ അമലുകളുടെ സവാബിനെ എത്തിക്കണേ റഹ്മാനെ. ഖബർ വിശാലമാക്കണേ അല്ലാഹ്. സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ട ഖബറാക്കണേ അല്ലാഹ്. ഖബറിന്റെ ഇടുക്കത്തെ തൊട്ട് ഇരുട്ടിനെ തൊട്ട് അദാബിനെ തൊട്ട് കാത്തിരക്ഷിക്കണേ അല്ലാഹ്. മലക്കുകൾ ചോദ്യം ചെയ്യുമ്പോൾ മുഅ്മിനീങ്ങളുടെ മറുപടി പറയാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. മുത്തു ഹബീബിന്റെ ശഫാഅത്ത് നൽകണേ അല്ലാഹ്. മഹ്ശറ വൻസബയിൽ ചൂടേറ്റ് നിൽക്കുന്ന സമയത്ത്, ആരോരുമില്ലാതെ സഹായിക്കാൻ ആരാരുമില്ലാതെ നിൽക്കുന്ന സമയത്ത്, സൂര്യൻ കത്തിജ്വലിക്കുന്ന മഹ്ശറ വൻസബയിലെ അല്ലാഹു ഞങ്ങൾക്ക് കരുണ ചെയ്യണേ അല്ലാഹ്. ഹബീബിന്റെ ശഫാഅത്ത് നൽകണേ റഹ്മാനെ. ഹബീബ് മുഖം തിരിക്കുന്ന അവസ്ഥയെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്.
പോയവർക്ക് വീണ്ടും പോവാനും ചെയ്യാത്തവർക്ക് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ മഹല്ലത്തിലെ ദീനീ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ, അതിനെ സഹായിക്കുന്നവരുണ്ട് റഹ്മാനെ. പാവപ്പെട്ട മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന സഹോദരിമാരുണ്ട്, അവരെ സഹായിക്കുന്ന സഹോദരന്മാരുണ്ട്. പള്ളി മദ്രസ പോലോത്തതിന് സംഭാവന നൽകുന്ന നല്ലവരായ മഹല്ലത്തിലെ സഹോദരന്മാരുണ്ട് റഹ്മാനെ. അവർക്ക് സ്വർഗീയ ഭക്ഷണം നൽകണേ അല്ലാ, സ്വർഗീയ പാനീയം നൽകണേ അല്ലാ, സ്വർഗീയ ആരാമങ്ങൾ നൽകണേ റഹ്മാനെ. ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. എല്ലാ പരീക്ഷണങ്ങളിലും വിജയം നൽകണേ റഹ്മാനെ. ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ആഖിറു സമാനിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ ഈമാൻ ചോർന്നു പോകുന്ന അവസ്ഥയെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാ. ബിദ്അത്തിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാ. ഇസ്ലാമിന്റെ ശത്രുക്കളെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് കരുണ ചെയ്യാത്ത സുൽത്താൻമാരിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. അവർക്ക് നീ ഭരണം നൽകല്ല റഹ്മാനെ. ഞങ്ങളെ അവരെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാ. ഞങ്ങൾ ചൂടേറ്റ് ജീവിക്കുന്ന ഈ സമയത്ത് നിന്റെ കരുണയാകുന്ന മഴ വർഷിപ്പിക്കണേ അല്ലാ. ഞങ്ങളുടെ മുസ്ലിം സഹോദരന്മാരായ ഫലസ്തീനിലെ സഹോദരന്മാർക്ക് രക്ഷ നൽകണേ അല്ലാ. നിന്റെ കാവൽ നൽകണേ അല്ലാ. സഹായം എത്തിക്കണേ റഹ്മാനെ. ഇസ്ലാമിന്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തുന്ന അല്ലാ. ഇസ്ലാമിന്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ജീവിക്കുന്ന കാലമത്രയും നിന്റെ ത്വഅത്തിലായി നിനക്ക് ഇഷ്ടപ്പെട്ട വഴിയിലൂടെ നിനക്ക് ഇബാദത്ത് ചെയ്ത് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. മരണോ ഖൈറാകുന്ന സമയത്ത് ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഹബീബിന്റെ ഫോട്ടോ കണ്ട്, മുത്ത് റസൂലുള്ളാഹിന്റെ ഫോട്ടോ കണ്ട്, മുഖം കണ്ട്, സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കുന്ന മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഈമാനിന് ശക്തി നൽകണേ അല്ലാ. തഖ്വ കുറഞ്ഞവരാണല്ലോ റഹ്മാനെ, തഖ്വ നൽകണേ അല്ലാ. اللهم بحق سيدنا محمد صلى الله عليه وسلم وبجاه سيدنا محمد صلى الله عليه وسلم وببركة سيدنا محمد صلى الله عليه وسلم اسقنا غيثا مغيثا هنيئا مريئا ولا تجعلنا من القانطين. اللهم انصر إخواننا المسلمين في فلسطين وفي غزة وفلسطين، وأهلك يهود إسرائيل المجرمين المعتدين يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.